ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യയിലോട്ട് എങ്ങനെയാണ് യു എയിൽ നിന്നും ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് ഞാൻ എങ്ങനെയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പേയ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അതായത് പേയ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് പേയ്റ്റ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല, അതൊരു ബാങ്ക് അക്കൗണ്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ നമ്മൾ പേടിഎം യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ യു എയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് കൂടിയാണ് ഈ പേയ്റ്റ് എന്ന് പറയുന്നത്. ഈ പേയ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് വേറെ ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത് ആപ്ലിക്കേഷൻ അതായത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയം മുതൽ നമുക്ക് വേറെ ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവരുടെ ATM കാർഡ് ഉണ്ട്, ATM കാർഡ് നമുക്ക് ഫ്രീ ആണ്, അതിനും പേയ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ ഈ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു പ്രൊമോ കോഡ് ഉണ്ട്. ആ പ്രൊമോ കോഡ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ആ പ്രൊമോ കോഡ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25 ദിർഹംസ് അടുപ്പിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കും. എനിക്ക് കിട്ടി, നിങ്ങൾക്ക് ലഭിക്കുമോ എന്നറിയത്തില്ല. ഞാൻ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഒരു 2 മാസത്തിന് മേളിലായി. അതുകൊണ്ട് ഇനി ആ പ്രൊമോ കോഡ് വർക്ക് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ ആ പ്രൊമോ കോഡ് ഞാനിവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. അതായത് ഫണ്ട് ഇന്ത്യയിലേക്ക് നമ്മൾ എങ്ങനെയാണ് യു എയിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമലായിട്ട് നമ്മുടെ പേയ്റ്റിൻ്റെ അകത്ത് തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഇന്ന് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഗൂഗിളിൽ എത്രയാണോ നമ്മുടെ റേറ്റിംഗ് കിടക്കുന്നത്, ആ റേറ്റിംഗിൽ തന്നെ നമുക്ക് ഫണ്ട് ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേറെ ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത് എത്ര രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് അതിനകത്ത് വേറെ ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ നോർമലി ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പേയ്റ്റിൻ്റെ ഒരു നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ അടുപ്പിച്ച് സമയം എടുക്കും. അതായത് ചില സമയത്ത് ഫണ്ട് ഒരു 20 മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. ചില സമയത്ത് പെട്ടെന്ന്, അതായത് നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന മിനിമം ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. ആ 4 മണിക്കൂറിനുള്ളിലായിരിക്കും നമുക്ക് ഈ പേയ്മെൻറ്റ് നമുക്ക് ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്യണം. ബെനിഫിഷ്യറി എന്ന് പറയുമ്പോൾ നമ്മളൊരു അക്കൗണ്ട് ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ ടൈം എടുക്കും. 6 മണിക്കൂർ ടൈം കഴിഞ്ഞിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ 4 മണിക്കൂർ അവർ പറയുന്ന ടൈമാണ്. പക്ഷേ എല്ലാ ട്രാൻസ്ഫറിനും 4 മണിക്കൂറൊന്നും ടൈം എടുക്കില്ല. ചില ട്രാൻസ്ഫറൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.